നമസ്കാരം. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ തൊലിയുരിയും കൈയും പെരുത്തു വരും. നമ്മളെ സംബന്ധിക്കുന്ന ഒരു വിഷയം പോലും ആയിരിക്കത്തില്ല, എങ്കിലും നമുക്കങ്ങനെ തോന്നും. അതുപോലെ ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. പൊതുസമൂഹത്തിൽ സ്ത്രീകളോട് എങ്ങനെ ബഹുമാനത്തോടുകൂടി മര്യാദയോടുകൂടി പെരുമാറണം എന്ന് കാണിച്ചു തരികയായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. നിയമസഭാ കക്ഷി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് കൊല്ലത്തെ നിയുക്ത MLA ആയ ബിന്ദു കൃഷ്ണ. അവരവിടെ എത്തി അവരുടെ സന്തോഷം എല്ലാ നേതാക്കളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അവർ വരുന്ന വഴിക്ക് തന്നെ കൈകൂപ്പി കാണിച്ചുകൊണ്ടാണ്, എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് വരുന്നത്. വന്ന ഉടനെ ഇയാൾ കെട്ടിയിട്ടങ്ങ് പിടിക്കാൻ ശ്രമിച്ചില്ലേ. അവർ കുതറി മാറാൻ ശ്രമിച്ചിട്ടും വീണ്ടും ബലം പ്രയോഗിക്കുകയാണ്. അത്രയ്ക്ക് അങ്ങ് അടക്കാൻ പറ്റാത്ത സന്തോഷമാണ്. സന്തോഷ പ്രകടനം ഒരു ആലിംഗനത്തിലൂടെ മാത്രമേ പൂർത്തിയാക്കാൻ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിന് സാധിക്കൂ. എന്തൊരു നാണം കെട്ട ഇടപാടാണെന്നാണ്. ആണും പെണ്ണും അല്ലെ, പെണ്ണും പെണ്ണും ആണും ആണും തമ്മിൽ കണ്ട ഉടനെ ആലിംഗനം ചെയ്യുക എന്ന് പറയുന്നത് രണ്ടുപേരുടെയും മനസ്സിൽ ഒരുപോലെ ഒരു വൈകാരികത ഉണ്ടാകുമ്പോഴാണ്. ആ ബഹുമാനമാകട്ടെ, സ്നേഹമാകട്ടെ, വാത്സല്യമാകട്ടെ, എന്താണെങ്കിലും രണ്ടുപേരുടെയും മനസ്സിൽ അത് ഒന്നുപോലെ വരുന്ന ഒരു സംഭവമാണ്. ആ സമയത്താണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. ഇത് അങ്ങോട്ട് ചെന്ന് പിടിച്ചു വാങ്ങിക്കുകയാണ്. ഇയാളുടെ ആരാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ കൊടുത്ത് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാൻ? ആ സ്ത്രീ എന്തുകൊണ്ടും അവിടെ ചുറ്റും ക്യാമറകൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണെങ്കിൽ പോലും കൃത്യമായിട്ട് അവിടെ എതിർക്കാൻ മനസ്സ് കാണിച്ചതിൽ എനിക്ക് വലിയ വലിയ സന്തോഷമുണ്ട് കേട്ടോ. എന്തൊരു ബലപ്രയോഗമാണ് അവിടെ നടക്കുന്നത്. അവര് പിന്നോട്ടിങ്ങനെ മാറുകയാണ്. എന്നിട്ടും ഒരു ബോധമില്ല, വിവരമില്ല. ഒരാൾക്ക് തൻ്റെ സാന്നിധ്യം ഇഷ്ടമാണോ, സാമീപ്യം ഇഷ്ടമാകുന്നുണ്ടോ, അല്ലെങ്കിൽ താൻ തൊടുന്നത് ഇഷ്ടമാകുന്നുണ്ടോ, ഇഷ്ടമാകുമോ എന്നൊക്കെ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. മനുഷ്യരുടെ പൊതുപ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യരെങ്ങനെ മനസ്സിലാക്കും? അയാൾ കൈകൊണ്ട് പിടിച്ചിട്ട് തല കൊണ്ടാണ് ആയുന്നത്, തലയും കൊണ്ടാണ് ചെല്ലുന്നത്, ഉമ്മ കൊടുക്കാനാണ് അയാൾ തുനിയുന്നത്. വിവരദോഷി. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടി തന്നെയാണ് കേട്ടോ. പലയിടത്തും ഇയാളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ സ്ഥിരം പരിപാടി ആയതുകൊണ്ടും ആരും എതിർക്കാതിരുന്നത് കൊണ്ടും ഒക്കെയാണ് ഇയാൾ കാണുന്നിടത്തെല്ലാം കെട്ടിപ്പിടിക്കാൻ വേണ്ടി അങ്ങ് കെട്ടും പൊട്ടിച്ചു പോയത്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളാണ്, ഏറ്റവും അടുത്ത ബന്ധുവാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും ഒരാളെ സ്പർശിക്കണമെങ്കിൽ അയാളത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അത് ഏതർത്ഥത്തിൽ നമ്മൾ സ്പർശിച്ചാലും അയാളത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ചിലർക്കുണ്ട്, നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ ഞോണ്ടി വിളിച്ചുകൊണ്ട്, അല്ലെ മുഖം ഇങ്ങനെ പിടിച്ച് തിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ പലതവണ ഞാൻ പറഞ്ഞു, അടുത്ത സുഹൃത്താണ്, പലതവണ പറഞ്ഞു ഇതെന്തിനും ഇങ്ങനെ മുഖത്ത് പിടിച്ച് തിരിച്ച് അവർ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി അവരിങ്ങനെ നമ്മുടെ മുഖത്ത് കൈകൊണ്ട് പിടിച്ച് ബലമായിട്ട് തിരിക്കുകയാണ് അവരുടെ അടുത്തേക്ക്. അങ്ങനെയുള്ള ചില സ്വഭാവക്കാരുണ്ട്. അവിടെയൊക്കെ നമ്മൾ എതിർക്കണം. കാരണം അതൊക്കെ ഒരുമാതിരി മര്യാദകേടാണ്. നമുക്കിഷ്ടമല്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആരും സ്പർശിക്കുന്നത്. അത് ഗുഡ് ടച്ചോ ബാഡ് ടച്ചോ എന്നുള്ളതല്ല, ഏത് ടച്ചാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. അവർ ദൂരെ നിന്ന് വരുന്ന വരവിന് തന്നെ നെഞ്ചിൽ കൈവച്ച് കാണിച്ചും കൈകൂപ്പി കാണിച്ചും ഒക്കെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെ ഗ്രീറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് തിരിച്ചതുപോലെ കാണിക്കുക എന്നുള്ളതല്ലേ മര്യാദ. മര്യാദയെപ്പറ്റി ആരോടെ സംസാരിക്കുന്നത്? അവിടെ നിന്ന ബാക്കി ആർക്കും ആ ഒരു രോഗമില്ലായിരുന്നു, പക്ഷെ ഇയാൾക്ക് മാത്രം അടക്കി പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാളൊരു കാര്യം കാണിക്കുമ്പോൾ ഇവരുടെ പൊതു സ്വഭാവം ഇതാണ്, ഇവരുടെ കാറ്റഗറിയിൽപ്പെട്ട എല്ലാവരും ഇങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. കുറെ കറുത്ത വറ്റുകൾ എല്ലായിടത്തും കാണുമല്ലോ, അതൊരു പ്രപഞ്ച സത്യമാണല്ലോ. എനിക്ക് തോന്നുന്നു ഇയാൾ അവിടെ ക്യാമറ എല്ലാം കണ്ട് അവിടെ ഇത്തിരി ആളാകാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കാൻ പോയത്. അപ്പോൾ സഹകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ നാറുമല്ലോ എന്നോർത്ത് അയാളൊന്ന് ബലപ്രയോഗം കൂടെ നടത്തിയത്. അത് ഇരട്ടി നാറ്റമായി. ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എല്ലാത്തിനും അവരങ്ങ് വഴങ്ങണം എന്നല്ല.
നമ്മളെ കാണുമ്പോഴെല്ലാം അവർ നമ്മളെ മുണ്ടഴിച്ചിട്ട് ബഹുമാനിക്കണം, അല്ലെങ്കിൽ നമ്മളെ കൈവീശി കാണിക്കണം. അതൊന്നുമല്ല. നമ്മളവരെ തിരഞ്ഞെടുത്ത് വിടുന്നത് നമ്മുടേതായിട്ടുള്ള വേറെ ആവശ്യങ്ങൾക്കാണ്, മുന്നോട്ടുള്ള കാര്യങ്ങൾക്കാണ്, കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ട് പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിടുന്നത്. അല്ലാതെ നമ്മളോടൊന്നും വ്യക്തിപരമായിട്ട് ഇവർ യാതൊരു അനുകൂലമായിട്ടുള്ള ഇത് കാണിച്ചില്ലെങ്കിലും അതൊന്നും കാര്യമല്ല. പിന്നെ പൊതുവായിട്ട് നമ്മളൊരു പൊതുമുഖമായിട്ട് നിൽക്കുമ്പോൾ ആളുകളോട് സൗമ്യതയോടുകൂടിയും നന്നായിട്ടും പെരുമാറുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഗുണമാണ്. അത് അവരവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ കാണുന്നവരെല്ലാം ഇവരാരും കെട്ടിപ്പിടിക്കണമെന്നോ കാണുന്നവരെല്ലാവരും കൊടുക്കുന്ന ഉമ്മകൾ ഏറ്റുവാങ്ങണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. അതിനുവേണ്ടിയല്ല അവരെ തിരഞ്ഞെടുക്കുന്നത്. ഇതിപ്പം ഈ ശ്രീമതി ബിന്ദു കൃഷ്ണ എൻ്റെ അനുവാദമില്ലാതെ ശരീരത്തെ ബലമായി സ്പർശിക്കാൻ ശ്രമിച്ചു, ബലമായി ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു എന്നും പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്താൽ എടുക്കാവുന്നുള്ളതേ ഉള്ളൂ, എടുക്കാവുന്നതാണത്. എന്നാൽ ഇയാളുടെയൊക്കെ ഒരു ധൈര്യം, ഇയാളുടെയൊക്കെ ആ ഒരു വിവരദോഷം ഇയാൾ ഇത്രയും പബ്ലിക്കായിട്ട് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്നാണ് മനസ്സിലാകാത്തത്. മാക്സിമം ആളുകളും ഇതിനെ ഒരു തമാശയായിട്ടാണ് കണക്കാക്കിയത്. ഒരു വളിപ്പ് ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ഒരു കാര്യമായിട്ടാണ്. പക്ഷേ കുറച്ചുകൂടി നമ്മളൊന്ന് ചിന്തിച്ചാൽ അയാൾ കാണിച്ചത് ഒരു അക്രമമല്ലേ എന്ന പോയിന്റിലേക്ക് എത്താൻ സാധിക്കും. പ്രഥമ ദൃഷ്ട്യാ നമ്മൾ നോക്കുമ്പം അയാൾ ചമ്മിപ്പോയി, അയാൾ ഉമ്മ കൊടുക്കാൻ ചെന്നിട്ട് ആലിംഗനം ചെയ്യാൻ ചെന്നിട്ട് കിട്ടിയില്ല, നടന്നില്ല എന്നത് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. പക്ഷെ ഒന്നും കൂടെ ചിന്തിച്ചാൽ കാണിച്ചത് പോക്രിത്തരമല്ലേ എന്ന പോയിന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഒന്ന് ചിന്തിച്ച് നോക്ക്.